ഈ ഒരു ലോകയ്ക്ക് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസമാണ്. വെൽക്കം ബാക്ക് ടു ടാറ്റ ഗ്രൂപ്പ് എന്ന് കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിന് ഏകദേശമുള്ള പങ്ക് ഈ ഒരു ലോകയ്ക്ക് തന്നെയുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ടാറ്റ എന്ന് പറഞ്ഞ പേരും കൂടെ വന്നത്. സോ നിങ്ങൾ ഫസ്റ്റിൽ ഈ ടാറ്റ ലോഗോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു വിശ്വാസമാണ് ഇപ്പോഴും ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഉൾക്കരുത്തെന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മളൊന്ന് ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ലോഗോ എങ്ങനെ ഫോർമേഷൻ ആയി എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ടാറ്റ എന്ന് പറഞ്ഞ പേരിനെ പറ്റി പറഞ്ഞാൽ ഈ ഒരു പേര് എങ്ങനെ ഫോർമേഷൻ ആയിരുന്നു. സോ ഇത് ഫോർമേഷൻ ചെയ്യുന്നത് 1945-ലാണ്. സോ ടാറ്റ എന്ന് പറഞ്ഞ പേര് ഫോർമേഷൻ ചെയ്യാനുള്ള കാരണം ടാറ്റ എന്ന് പറയുന്നൊരു വാക്കിൽ നിന്നാണ്. സോ ഈ ഒരു ടാറ്റ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ ഒരു ടാറ്റ എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ അത് രൂപം കൊള്ളുന്നതും അവർ അതേപോലെ ഒരു കമ്പനി ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു ടാറ്റ എന്ന് പറഞ്ഞ പേര് ഇടുന്നത് ഈ ഒരു ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഫസ്റ്റ് ഈ ഒരു കമ്പനി കണ്ടുപിടിച്ച ആളാണ്. സോ ഈ ഒരു പേരാണ് ജംഷീദ്